ഹായ് ഫ്രണ്ട്സ്, അപ്പം വയറുവലിയിലാട്ടാ. അപ്പം നിങ്ങളൊരു പുതിയ വീഡിയോ വെക്കുന്ന ആളോ അല്ലെങ്കിൽ വീഡിയോ വെക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാവും. നോർമലി നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ DBയിൽ ഒരു RCCP മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ അങ്ങനെ വെച്ച് ചെയ്താലുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമ്മളിപ്പോൾ ബെഡ് സൈഡിൽ സോക്കറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം നമ്മളത് എപ്പോഴും ഇൻവെർട്ടറിന്റെ ലൈനിലായിരിക്കും കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ വന്ന് ആ സോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ മെറ്റലായിട്ടുള്ള എന്തെങ്കിലും അതിൽ കുത്തി വെക്കുക അല്ലെങ്കിൽ ഷോക്ക് അടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ RCCP ട്രിപ്പ് ആവും. അതേസമയം ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻവെർട്ടറിന്റെ ലൈൻ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അപകടം നമുക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 2 RCCP വെച്ചിട്ടെങ്കിലുള്ള വയറിംഗ് ചെയ്യണം. സെപ്പറേറ്റ് ന്യൂട്രൽ ഇതിന് വലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ സെപ്പറേറ്റ്. ഇപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, വൈറ്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇത് ഗ്രേ കിട്ടാഞ്ഞോണ്ട് നമ്മൾ വൈറ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഇൻവെർട്ടറിന്റെ ന്യൂട്രൽ അറിയാൻ പറ്റും. ഇങ്ങനെ സെപ്പറേറ്റ് ന്യൂട്രൽ വലിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻവെർട്ടർ ഉള്ള വീട്ടിലും RCCP ട്രിപ്പ് ആയാലും അതിന്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. നമ്മളിത് ചെയ്യാൻ നേരത്തെ ചുമ്മാ ന്യൂട്രൽ വലിച്ചെന്നും പറഞ്ഞ് ഇതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല. അത് ചെയ്യേണ്ടത് രീതിയുണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. പക്ഷെ ചില പണ്ടൊട്ട് ചെയ്തു വരുന്നവരൊക്കെയാണ് ഇപ്പോഴും നോർമലി പഴയ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഓരോരുത്തർ ചെയ്തൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ട്രീഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ചും കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അത് നിങ്ങൾ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അവരവിടെ കമന്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അറിവുകളൊക്കെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജും എന്തായാലും ഫോളോ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമായിരിക്കും. അപ്പോൾ ബൈ.